ചേട്ടാ ആ വണ്ടി അപ്പുറത്തെ സൈഡിലോട്ടങ്ങാണ്ട് നീക്കി വെക്കും. ഒരുപാട് വണ്ടി വരുന്ന ചേട്ടാ, തുടങ്ങാൻ മാറ്റി. സാറേ വന്ന കാലം നിൽക്കാതെ പോയിരിക്കും സാറേ. എടാ എടാ സാറിനൊരു ജ്യൂസ് പറഞ്ഞേടാ. അല്ല, ഞാൻ വണ്ടിയുടെ പേരൊന്നും പറഞ്ഞില്ല. ഒന്നും പറയണ്ട സാറ്, ഞാൻ വീട്ടിൽ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരത്തില്ലായിരുന്നോ? സാർ എന്തിനാ ഇങ്ങനെ നടന്നു വന്നത്? സാറിന്റെ കാല് വേദനിച്ചോ? എന്നെ എന്റെ അമ്മ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ജോസേ ജ്യൂസ് പറഞ്ഞോ? അല്ല, നമ്മൾ EMI കാര്യമൊന്നും സാർ അറിയണ്ട. സാർ ഒരിടത്ത് ഇരുന്നാ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളൂ. ജോസേ 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 എന്റെ പൊന്ന് ചേട്ടാ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുക. ആ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചേ. എത്ര പേര് വരുന്നതാണ് അറിയോ? ഒരു വകതിരിവില്ലാത്ത മനുഷ്യൻ. ഒരു കസ്റ്റമറിന്റെ ഡെലിവറി ഉള്ളതാ, അങ്ങോട്ട് മാറിയതേ. ചേട്ടാ ഒരു ബൈക്ക് തന്നായിരുന്നു, ഇപ്പൊ ഒരാഴ്ചയായി ഇതുവരെ കിട്ടിയില്ല. ആശുരേ എന്താടാ ഇത്? ചേട്ടൻ്റെ ആയിരുന്നു വണ്ടി, നല്ല വണ്ടി ഓടിക്കാൻ. ഞാൻ ബസ് തീരാതിനാ പോകുന്നത്. ഒരാഴ്ച എടുക്കും, അപ്പോഴേക്കും പെട്രോൾ കയറും. അതിന് കംപ്ലൈന്റ് പറയും, വെള്ളം കയറിയതാ. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും, അപ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചേക്കണം. ഒരാഴ്ച കഴിഞ്ഞ് വേറെ വണ്ടി നോക്കണമില്ല. വെയിൽ ചേട്ടാ 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക, കംപ്ലൈന്റ് നോക്കിയില്ല. ചേട്ടാ 1 മണിക്കൂറല്ലേ ആയുള്ളൂ, നമ്മുടെ പ്രീമിയം സർവീസാ, ഒന്ന് വെയിറ്റ് ചെയ്യും. സർവീസിന് വന്നു താക്കോലം ചെയ്യേ, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാവേ. എനിക്കിവിടെ 2 പൊറോട്ട. ആപ്പി പിടിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എങ്ങനെയുണ്ട്? കിടിലൻ ബീഫ്, പുഷ്പാന്റെ ബീഫ് ഞങ്ങൾ തീരെ കഴിക്കുന്നില്ലയോ. അതല്ല, വണ്ടിയുടെ കംപ്ലൈന്റ്. ഒരു കംപ്ലൈന്റ് ഒക്കെ പുള്ളിയോട് പറഞ്ഞാൽ മതി. ഞാൻ മെക്കാനിക്കല്ലേ, എനിക്ക് ശരിയാക്കാൻ അറിയത്തുള്ളേ. ജോസേ പറയട്ടാ, ചേട്ടന്റെ പ്രശ്നം എന്തുവാ? വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഒന്ന് മാറണം, പിന്നെ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം, ഫിൽറ്റർ ഒന്ന് മാറണം. ഭയങ്കര സൗണ്ടാ. ഓക്കെ ചേട്ടാ, ചേട്ടൻ ലോഞ്ചിലോട്ടിരുന്നോ? ഇത് എന്ത് കേട്ടോ, നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നേ? എന്ത് പറ്റി സാറേ? ഇന്നലെ ബൈക്ക് സർവീസ് ചെയ്തിട്ടേ ഹോം ഡെലിവറി ചെയ്ത് 32,812 പുതിയ വണ്ടി വല്ലതും മേടിച്ചു. അതാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്റെ പൊന്നു സാർ, ആ വണ്ടിക്ക് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. എന്റെ പൊന്നടാവേ, ഞാൻ ആ ബ്രേക്ക് പാഡ് മാത്രം ഒന്ന് മാറ്റാൻ വന്നതാ. നിങ്ങൾ നോക്ക്, ഇതിൽ ആ എഞ്ചിൻ വരെ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ എടുത്ത വണ്ടിയത്. സാറേ സർവീസ് എന്ന് പറയുമ്പോൾ അത് പക്കയായിട്ട് ചെയ്യണം. എഞ്ചിൻ മാറ്റിയത്, ആ എഞ്ചിന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെന്ത് പ്രശ്നം എഞ്ചിന്? സാറേ എഞ്ചിന്റെ വെളിയിൽ ഇച്ചിരി ചെളി ഇരിപ്പുണ്ടായിരുന്നു. സാറിന് അങ്ങനെ വണ്ടി തന്നാൽ ശരിയാ. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ സംതൃപ്തി. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഈ സൈഡ് മിറർ വരെ മാറ്റിയത്? സാറേ സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിലോട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആയ സാറ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കത്തില്ലയോ, അതുകൊണ്ട് മാറ്റി. അത് വേണ്ടേ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ റെഡി ആവുന്ന സാധനമാ. സാറേ പാർട്സിന് എന്തെങ്കിലും വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കത്തേ ഉള്ളൂ, അല്ലാതെ അത് ശരിയാക്കി എടുക്കത്തില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതാണ് ഞങ്ങളുടെ സംതൃപ്തി. പിന്നെ കൂട്ടുകാരുടെ മുമ്പിൽ സാറിന് കെവയടിക്കാം. അവിടെ നോക്ക്, ഫസ്റ്റ് സർവീസിനാണ് ഇത്രയും ബില്ലായി. ഓ എന്നാ വെച്ച ടോക്കർ വെക്കണേ. ചേട്ടാ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കണ്ടില്ലയോ, ടിവിക്ക് TV, AC-ക്ക് AC, ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ് അടിപൊളിയില്ലയോ? പോരാഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ചായയൊക്കെ കൊണ്ടുവരും, ഇടച്ചായ. ഓ അതല്ല ചേട്ടാ, ഇവിടുത്തെ സർവീസ് എങ്ങനെയുണ്ട്? അത് വണ്ടി എടുത്തവരോട് ചോദിക്കണം. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അല്ല, എന്റെ വീട് ഇവിടെ അപ്പുറത്താണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ചില്ലല്ലയോ, ഇവിടുത്തെ പിള്ളേർ നല്ല പിള്ളേർ കേട്ടോ. ഇതുവരെ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. പെട്ടെന്ന് വരണേ. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ തരും. ആണോ? ഇപ്പൊ കിട്ടും. എത്ര കണ്ടതാ ചേട്ടാ, ഒരു ചായ. ചേട്ടന്റെ വണ്ടിയുടെ ഹാൻഡിലിന് ചെറിയൊരു പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു. വെളുത്ത ഒരു കൊറോഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, ഹാൻഡിൽ ചേഞ്ച് ചെയ്യണം. ഏകദേശം ഒരു 7,000 രൂപ വരും. എന്റെ പൊന്നു കാലം, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്പലത്തിലൊന്ന് കയറിയ ബാക്കി വന്ന ചന്ദന ഹാൻഡിലോട്ടൊന്ന് തേച്ച്, അതാ അത് വെള്ളം തൊട്ടൊന്ന് തുടച്ചാൽ മതി, അല്ലാതെ ഹാൻഡിൽ മാറണമെന്നൊന്നുമില്ല. നീയൊക്കെ എവിടുത്തെ മെക്കാനിക്കടാ? എന്നാ മിറർ അങ്ങ് മാറട്ടെ ചേട്ടാ. അതിന്റെ മണ്ടയ്ക്ക് ചെറിയൊരു പോറല് പോലെ ഞങ്ങൾ മൈക്രോസ്കോപ്പ് കൊണ്ടാണ് നോക്കിയത്, അന്നേരം കണ്ടായിരുന്നു. അതിന് അല്ല, അതങ്ങ് മാറിയാൽ കൊള്ളായിരുന്നു. അതിന്റെ ആവശ്യമില്ല. ചേട്ടാ ആ സൈഡ് മിറർ ഉണ്ടല്ലോ, അതിന്റെ അവിടെ 2 സ്ക്രാച്ച് ഉണ്ടായിരുന്നു. സ്ക്രാച്ചോ? ഞാൻ കണ്ടില്ലല്ലോ ചേട്ടാ. ഞങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയത്, അപ്പൊ 2 സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതിന് നമുക്കതങ്ങ് മാറായിരുന്നു. ഒന്നിന് 2,500 രൂപയുള്ളൂ. ഈ സ്ക്രാച്ച് മാറാനേ 2,500 രൂപ ഉണ്ടാക്കി തരാം. ജോസേ അതങ്ങ് മാറിയറാ. ചേട്ടാ വണ്ടി എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പുറത്താ ബില്ലടിക്കുന്ന, അവിടെ ഇല്ലേ? അല്ല ചേട്ടാ, വണ്ടി എന്തേ? വണ്ടി അപ്പുറത്ത് അവിടെ ചാലിലെങ്ങാനും കാണും.
എന്റെ പൊന്ന് ഏട്ടാ 38,000 രൂപയുടെ ബില്ല് ഞാൻ പറഞ്ഞല്ലോ, സാധനം മാറിയന്റെയാ. ചുമ്മാ ശല്യം ചെയ്യാതെ മനുഷ്യനെ. ചേട്ടാ ഇത്രയും ബില്ലായത് കുഴപ്പമില്ല, ഞാൻ ബ്രേക്ക് പാഡ് മാറാണ് തന്നെ, അത് മാത്രം മാറിയില്ല. അല്ല ഇതെന്താ പറ്റിയതാ? ബ്രേക്ക് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തില്ല ചേട്ടാ. ഓ, ഭാഗ്യം, വലുതായിട്ടൊന്നും കുഴപ്പം പറ്റിയില്ലല്ലോ. വണ്ടി എത്തി. അതിന് ചെറിയൊരു വിഷയം ഇപ്പോഴുണ്ട്. അയ്യോ, അത് കൊണ്ടുപോവാ തന്നാ മേടിക്കുവോ? പിന്നെ അതല്ലയോ നമ്മുടെ പണി. താ ഇങ്ങ് കൊണ്ടുപോവാ, ഞാനങ്ങ് മേടിച്ചോളാം. എന്നാ കയ്യോടെ പിടിച്ചോ. ചേട്ടാ ഇങ്ങനെ വണ്ടി വന്നാൽ അങ്ങനെ ഒരു പണിയില്ലല്ലോ. ചേട്ടാ എടാ തന്നോട് പറഞ്ഞില്ലേ ഒരാഴ്ച കഴിഞ്ഞ് തരാന്. അതെ, ഒരു 2,500 രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് വന്നേ കൊണ്ടുപോയി അടക്കണോ ഈ ബില്ല്. സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ? ഇത് നമ്മള് പഴകഞ്ഞി പിടിക്കാൻ അമ്മച്ചിക്കട പോയത്. രാത്രിയിലോ? ഇത് ബാറി പോയത് നമ്മള്. കാണാൻ വന്നില്ലേ? ഷാപ്പിൽ പോയതാ നമ്മള്. അതാ നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈല്. ആരെടുത്തേ? വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഊരാണ്ട്. അതെ, ഇനി വണ്ടി പണിയുണ്ടെങ്കിൽ തിരിച്ചു തന്നാ. അതെന്താ? വേണ്ട, അതുകൊണ്ടാ തിരിച്ചു തന്നാ മതി. ഒരു 2 ദിവസം കഴിഞ്ഞാൽ എന്ത്? എൻ്റെ ഒരു ചങ്ക് കൂട്ടുകാരൻ ചന്തു ആ വണ്ടിയും കൊണ്ട് വാഗമണ് പോയിക്കോ. ചേട്ടാ എന്റെ വണ്ടി ചേട്ടാ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ശരിയാവും. ഇത് തന്നെയല്ലേ ചേട്ടാ 5-6 മണിക്കൂർ കൊണ്ട് പറയുന്നേ. ഇന്നെങ്കിലും കിട്ടുമോ? കിട്ടും 1/2 മണിക്കൂർ. പിന്നെ നമുക്കൊരു പുതിയ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നേ. 20,000 രൂപ എക്സ്ട്രാ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിന് 101 രൂപ. 101 രൂപയോ? അതിന്റെ അടുത്ത സർവീസിന് 51 രൂപ പറഞ്ഞു. അതിന്റെ അടുത്ത സർവീസിന് ഏറ്റവും മികച്ചൊരു ഓഫർ വരുന്നത് 25 രൂപ പറഞ്ഞിട്ട്. അതിന്റെ അടുത്ത സർവീസിന് 12 രൂപയല്ലേ? അയ്യോ 12 അല്ല, 12.5. 50 പൈസ എന്തിനാ കുറയ്ക്കുന്നത്? വലിപ്പിക്കുവാണല്ലേ? അതെ. അയ്യോ അല്ലല്ല, ജസ്റ്റ് 20,000 രൂപ അടച്ചാൽ പോരെ സാർ. ദൈവമേ, 6 മണിയായി. കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്ന 6 ഇവിടെ പോയി കിടന്നു. ചേട്ടാ വണ്ടി ഇപ്പൊ റെഡിയാവും. അല്ല അത് പറയണ്ട, അത് ഞാനേ ആ വണ്ടിയും കൊണ്ട് ചെറുതായിട്ട് ചായ കുടിക്കാൻ പോയായിരുന്നു. ചെറുതായിട്ട് സ്ലിപ്പായിട്ട് ഓടാൻ വീണായിരുന്നു. എന്നിട്ട് മഴയില്ലയോ, ഒഴുകിയങ്ങ് പോയി. അയ്യോ അല്ല പേടിക്കണ്ട, ഇപ്പൊ ഞാൻ തോട്ടപ്പള്ളി സ്പില്ലേല് മറ്റേ അഴുക്കിനകത്ത് ഇരിപ്പുണ്ട്. മറ്റേ പേയ്മെന്റ് അടച്ചായിരുന്നു വണ്ടി. നമ്മള് തോട്ടപ്പള്ളി വെച്ചിട്ടുണ്ട് ഡെലിവറി അവിടെ. കുറച്ചുകൂടെ താമസിച്ച് നിങ്ങൾ ഗൾഫിൽ പോകേണ്ടി വരും. അറബിക്കടലിന്റെ തീരത്ത്. ഡേയ്, നീ ആ ഓടെ കൊണ്ടിട്ട് വണ്ടി ഉണ്ടല്ലോ, ആ ബണ്ടേ കുടിയും കിടപ്പുണ്ട്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ കിട്ടും. ബ്രോയ്ക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ദൂരെ എങ്ങും പോയിട്ടില്ല, അടുത്തേനുണ്ട്. ഞാൻ ഇപ്പൊ കളക്ട് ചെയ്തോണ്ട് വരാം. ഇവിടെ തന്നെ ഇങ്ങനെ. അതെ, ഈ ചായക്ക് ഭയങ്കരമായിട്ട് ചൂട് കുറവാണ്, ഒന്ന് ചൂടാക്കി തരുമോ?